നമസ്കാരം, വെൽക്കം ടു കെ എസ് ട്യൂട്ടർ. എല്ലാവർക്കും കെ എസ് ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും കെ എസിൻ്റെ പ്രിലിമിനറി പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണല്ലേ. ഈ ജൂലൈ മാസത്തിൽ തന്നെ പ്രിലിമിനറിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അപ്പോൾ അതിനുശേഷം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി തന്നെ മെയിൻസ് പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ള മെയിൻസ് പരീക്ഷ വരുന്നുണ്ടാവും. അപ്പം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. നിങ്ങളിൽ കുറേ പേരൊക്കെ മെയിൻസിൽ ഇടം നേടും എന്ന് ഉറപ്പുള്ള കുറേ പേരൊക്കെ ഇതിനോടകം തന്നെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടാവും. കുറച്ച് പേര് ബ്രിമ്മിലായി പോയാലോ എന്ന് സംശയിക്കുന്ന കുറച്ച് പേര് മാത്രമാവും റിസൾട്ട് വന്നിട്ട് അല്ലെങ്കിൽ വരാറാവുമ്പോൾ പഠിച്ചു തുടങ്ങാം എന്ന രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇനിയുള്ള ടൈം വളരെ ചുരുങ്ങിയ സമയമാണ്, അത് വളരെ ക്രൂഷ്യലാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ഫിൽറ്ററിങ് നടത്തി പഠിച്ചു തുടങ്ങേണ്ട വളരെ ക്രൂഷ്യലായ ടൈമാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കെ എസിന്റെ പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സാധാരണഗതിയിലുള്ളൊരു PSC പരീക്ഷയുടെ ഒരു രൂപഭാവങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പരീക്ഷയ്ക്ക് പോയ നല്ലൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ചെറിയ തോതിൽ നിരാശയായിരുന്നു പ്രിലിമിനറി എക്സാമിന് ശേഷം ഉണ്ടായത്. കാരണം മറ്റൊരു നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. UPSC നിലവാരത്തോടൊക്കെ ഉപമിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിഭിന്നമായൊരു ചോദ്യഘടനയായിരുന്നു കെ എസിന്റെ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യ പേപ്പറിനായിട്ട് PSC സ്വീകരിച്ചത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ പരമ്പരാഗത PSC പഠന രീതിയിൽ കുറെ വസ്തുതകൾ ഓർത്തു വെക്കുക, വിവരങ്ങൾ കാണാതെ പഠിക്കുക, അങ്ങനെയുള്ള രീതിയിൽ പഠിച്ചു ചെല്ലുന്ന ഉദ്യോഗാർത്ഥികളെ കാട്ടിലും കുറച്ചുകൂടി പ്രിഫറൻസ് ഈ പരീക്ഷയ്ക്ക് കിട്ടാൻ പോകുന്നത് കുറച്ച് വിശകലന മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പരന്ന അവഗാഹത്തോടു കൂടി കാര്യങ്ങളെ, വസ്തുതകളെ സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളെയാണ് ഈ തസ്തിക ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യ പേപ്പറായിരുന്നു കെ എസിന്റെ പ്രിലിമിനറി പരീക്ഷയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, അത് ഏത് രീതിയിൽ ഇംപ്രസീവായി നിങ്ങളുടെ ഉത്തരക്കടലാസിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ മാർക്ക് നിർണ്ണയിക്കുന്നതിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് എങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെ നിങ്ങൾ ഇംപ്രസീവായ രീതിയിൽ ഉത്തരക്കടലാസിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത്. അതൊരു സ്കില്ലാണ്, ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ല്. അപ്പൊ എഴുത്ത് പരീക്ഷകൾക്ക് ഈ സ്കില്ല് നിങ്ങൾക്ക് കൂടിയേ തീരും. എന്തൊക്കെ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും എത്ര ഇംപ്രസീവായി നിങ്ങൾ അതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാർക്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് സിലബസ് ആണ്. വളരെ വിശദമായ സിലബസ്, കൃത്യമായി പറഞ്ഞാൽ ഡീകോഡഡ് സിലബസ്. സിലബസ് ഡീകോഡിങ് എന്നാൽ സിലബസിലെ ഓരോ പോയിന്റും എടുത്ത് ആ പോയിന്റ് എന്താണ് നമ്മളോട് കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓരോ പോയിന്റിനെയും കീഴിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ശ്രദ്ധയൂന്നി പഠിക്കാനുണ്ട്, എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ആ പോയിന്റിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ വിശദമായി അനലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സിലബസ് ഡീകോഡിംഗ് എന്നുള്ളത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അത് കേരള ചരിത്രത്തിന്റെ ഹിസ്റ്ററി ഓഫ് കേരള ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ആ സിലബസ് പോയിന്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡീകോഡ് ചെയ്യുന്നത്. സോ മെയിൻസ് പരീക്ഷയുടെ വിഷയങ്ങളെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, 2, 3 എന്നിങ്ങനെ 3 പേപ്പറുകളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാം പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 പൂർണ്ണമായും ചരിത്രത്തിനായിട്ട് ഡെഡിക്കേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ഹിസ്റ്ററി. അതിൽ തന്നെ ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, അതുകൂടാതെ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം, ഇത്രയും ടോപ്പിക്കുകളാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വരുന്നത്. കേസ് മെയിൻസിന്റെ മറ്റുള്ള എല്ലാ സബ്ജക്ട്സും പേപ്പർ 2, 3 എന്നിവയിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ജിയോഗ്രഫി, പോളിറ്റി, ഇക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ പേപ്പർ 2, 3 ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ ഫസ്റ്റ് പേപ്പർ പൂർണ്ണമായിട്ടും ചരിത്രത്തിനായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം മാർക്ക് വെയിറ്റേജ് മെയിൻസ് എക്സാമിൽ ഹിസ്റ്ററിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഏറെക്കുറെ സ്റ്റാറ്റിക് പോർഷൻ ആണ്. സോ
എഴുതി ഫലിപ്പിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനെ പരമാവധി മാർക്കാക്കി കൺവേർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഈ പേപ്പർ 1 നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. നിങ്ങളുടെ മെയിൻസിന്റെ ടോട്ടൽ മാർക്കിൽ കാര്യമായ മാറ്റം വരുത്താൻ ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 സാധിക്കും. അപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വിശാലമായൊരു ക്യാൻവാസ് ആവശ്യമുണ്ട് അതിൻ്റെ പഠനത്തിനായിട്ട്. അപ്പോൾ സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകൾക്ക് പഠിക്കുന്ന പോലെ കുറേ വർഷങ്ങളോ വസ്തുതകളോ ഒക്കെ മനഃപ്പാഠമാക്കുന്ന രീതി ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാംസിന് നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു രീതിയിലുള്ള കുറച്ചുകൂടി വിശാലമായൊരു അപ്രോച്ചാണ് ഇവിടെ നമ്മൾക്ക് ആവശ്യം. കുറച്ചുകൂടി വിശകലന മനോഭാവത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക, വസ്തുതകളെക്കുറിച്ചൊരു പരന്ന അവഗാഹം ഉണ്ടാവുക, ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. അത് നിങ്ങൾക്കുണ്ടായേ തീരൂ. പിന്നെ പറഞ്ഞതുപോലെ അടുക്കിപ്പെറുക്കി നിങ്ങളുടെ ഉത്തരങ്ങളെ ഇംപ്രസീവായ രീതിയിൽ എഴുതാനുള്ള സ്കില്ല് അതും നിങ്ങൾ സ്വായത്തമാക്കിയേ പറ്റൂ. അപ്പം കേരളത്തിൻ്റെ ചരിത്രം, നമ്മുടെ നാടിൻ്റെ ചരിത്രം ഒരു പുതുമഴയിൽ പൊട്ടിമുളച്ചതല്ല ഒന്ന്, അല്ലേ? പഴമയുടെ ഒരുപാട് ഏടുകൾ മറിച്ചാലാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് നമ്മുടെ കേരളം എത്തിച്ചേർന്നതിൻ്റെ നാൾ വഴികൾ, അതിൻ്റെ ആരംഭം നമുക്ക് കാണാൻ സാധിക്കുക. ഭൂതകാലങ്ങളൊക്കെ തന്നെയും വിസ്മരിക്കപ്പെടേണ്ടവയല്ല. ആദിമമായ അപരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യരാശി വളർന്ന് പരിണമിച്ച് അല്ലെങ്കിൽ വികാസം പ്രാപിച്ച് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ആ വികാസം പ്രാപിക്കൽ, ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള അന്വേഷണം തന്നെയാണ് ചരിത്ര പഠനം എന്ന് പറയുന്നത്. എക്കാലവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുമാണത്. അപ്പോൾ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് 18ാം നൂറ്റാണ്ട് മുതലുള്ള കേരള ചരിത്രമാണ്. നമ്മുടെ ഇന്നത്തെ സാമൂഹിക നിലയിലേക്കുള്ള കേരളത്തിന്റെ വളർച്ചയുടെ പ്രധാന പടവുകൾ ആരംഭിക്കുന്നത് 18ാം നൂറ്റാണ്ട് മുതലാണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, സ്വാതന്ത്ര്യപൂർവ്വ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ കേരളത്തിന്റെ പങ്ക് ഒട്ടും ചെറുതായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ പുത്തൻ നിർവചനങ്ങളുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ അന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഏറെ അധപതിച്ച് കിടന്നിരുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അഭിമാനിക്കാനുള്ള വകകൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ കലാപാരമ്പര്യം, നമ്മുടെ സാംസ്കാരിക പൈതൃകം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. പക്ഷെ അവയുടെ എല്ലാം ഇടയിൽ ചില പുഴുക്കുത്തുകളും ഉണ്ടായിരുന്നു. നമ്മളുടെ ജാതി വ്യവസ്ഥ, അതേപോലെ അടിമത്തം, അങ്ങനെയുള്ള ആഴമേറിയ പല പുഴുക്കുത്തുകളും. അപ്പൊ സ്വാതന്ത്ര്യപൂർവ്വ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യപൂർവ്വ ചരിത്രം എന്ന് പറയുന്നത് കേരള നവോത്ഥാനത്തിന്റെയും കൂടെ ചരിത്രമാണ്. PSC സിലബസ് അനുസരിച്ച്, സാധാരണ PSC പരീക്ഷകളുടെ സിലബസ് അനുസരിച്ച് കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? കേരള നവോത്ഥാന നായകന്മാരുടെ ജീവചരിത്രം, അല്ലെ? അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ, പ്രധാന സംഭവങ്ങൾ, അവർ നയിച്ച ജാഥകൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ സംഘടനകൾ, അവരെഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെ ചില മിനിമം വിവരങ്ങൾ മാത്രം. പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ബേസിക് പൊതുവിജ്ഞാനമല്ല ആവശ്യം. മറിച്ച് ഇവയൊക്കെ എങ്ങനെ നമ്മുടെ നവോത്ഥാന ചരിത്രമായി അല്ലെങ്കിൽ നവോത്ഥാന ചരിത്രത്തിൽ ഈ സംഭവ വികാസങ്ങൾ എങ്ങനെ ഇടം നേടി, എങ്ങനെ ഇവയൊക്കെ നമ്മുടെ മുന്നേറ്റങ്ങളായി, അല്ലെങ്കിൽ എത്തരത്തിലാണ് നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ബോധത്തെ, സാമൂഹിക സ്ഥിതികളെ എത്തരത്തിലൊക്കെയാണ് ഇവ ബാധിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള നിലയിലുള്ള ഒരു അപ്രോച്ചാണ് ഈ പോയിന്റിന്റെ പഠനത്തിൽ നമുക്ക് ആവശ്യം. പഴയ നാടുവാഴിത്തത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ കാണുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ അനുഭവിക്കുന്ന ജനാധിപത്യത്തിലേക്കുള്ള ദൂരം ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ലെന്ന് നമുക്കറിയാം, അല്ലേ? അടിച്ചമർത്തലുകളിൽ നിന്നാണ് എല്ലാ വിപ്ലവങ്ങളുടെയും ആരംഭം. അതേപോലെ കേരള സമൂഹത്തിന്റെയും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പല പല മുന്നേറ്റങ്ങളാണ് പിന്നീട് വലിയ വലിയ മാറ്റങ്ങൾക്കുള്ള വഴി തെളിച്ചത്. അപ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയ ഈ മുന്നേറ്റങ്ങളെ കുറിച്ചുള്ള പഠനം കൂടിയാണ് ഈ പോയിന്റ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, കേരള സംസ്ഥാന രൂപീകരണം. നമുക്കറിയാം നാട്ടുരാജ്യങ്ങളുടെ ഒരു ക്ലസ്റ്റർ ആയിരുന്നു പഴയ കേരളം, അല്ലെ? പിന്നീട് ഇവയെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിഫൈഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ അതിനൊരു ചരിത്രമുണ്ട്. എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഇത്തരത്തിലൊരു സംസ്ഥാന രൂപീകരണത്തിലേക്ക് നമ്മളെ നയിച്ചത് എന്നുള്ള ചരിത്രം, അതാണ് സെക്കൻഡ് പോയിന്റിൽ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് എന്നുള്ള പോയിന്റിന് കീഴിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് മൂവ്മെന്റ്സ്, രാഷ്ട്രീയ സംഘടനകളും മുന്നേറ്റങ്ങളും. ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രം തന്നെയാണ് രാഷ്ട്രീയ സംഘടനകളുടെയും ചരിത്രം.
നമ്മുടെ നാട്ടിലെ സാമൂഹികാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം രാഷ്ട്രീയ സംഘടനകൾക്ക് വളർന്ന് പന്തലിക്കാനായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയായിരുന്നു. അപ്പൊ ഏതൊക്കെ പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ വേരൂന്നിയത്, അവ ഓരോന്നിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധത്തെ മോഡിഫൈ ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്നാമത്തെ പോയിന്റിന് കീഴിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം അടുത്ത പോയിന്റ്, ഗവൺമെന്റ്സ്, സർക്കാരുകൾ. സംസ്ഥാന രൂപീകരണത്തിന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മളെ പല പല സർക്കാരുകൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയ്ക്കും കൂട്ടായും സർക്കാരുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അവയുടെയൊക്കെ പ്രവർത്തന ചരിത്രം, മന്ത്രിസഭാ രൂപീകരണം, അട്ടിമറി ശ്രമങ്ങൾ, ഈ സർക്കാരുകളുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഇവയെല്ലാം സർക്കാരുകളെ കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പൊതുബോധം, ജസ്റ്റ് ഒരു ഓവർവ്യൂ, അതാണ് ഈ പോയിന്റ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ്, പ്രധാന നിയമനിർമ്മാണങ്ങൾ. ഗവൺമെന്റിന്റെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ നിയമനിർമ്മാണവും നിയമ പരിപാലനവുമാണ് അല്ലെ. നമുക്ക് ഇന്ത്യയിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം നിലവിലുണ്ട് എങ്കിൽ തന്നെയും ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് സ്വന്തമായി ചില മേഖലകളിലൊക്കെ നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ നിയമ ഭേദഗതികളൊക്കെ കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു കസ്റ്റമൈസ്ഡ് സിസ്റ്റം, അതൊരു ആവശ്യകതയുമാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്ന ശേഷം പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തുകയുണ്ടായി, ഭൂപരിഷ്കരണ നിയമം. സമൂഹത്തിൽ ഒരു വൈഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു നിയമനിർമ്മാണമായിരുന്നു അത്. അതേപോലെ പലതുമുണ്ട്. സമൂഹത്തിന്റെ പൊതു സ്വഭാവത്തെ അല്ലെങ്കിൽ പൊതുഘടനയിൽ മാറ്റം വരുത്തിയിട്ടുള്ള പല നിയമനിർമ്മാണങ്ങളും. അപ്പൊ അവയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക, അതാണ് ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് എന്നുള്ള പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, പോളിസീസ്, പദ്ധതികൾ. വിപ്ലവകരമായ പല പദ്ധതികളും കേരളത്തിൽ ഇക്കാലയളവിൽ രൂപം കൊണ്ടിട്ടുണ്ട്. സമസ്ത മേഖലകളിലും, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കേരളം മുന്നേറ്റം കൈവരിക്കുകയുണ്ടായി അല്ലേ. അങ്ങനെയാണ് കേരള മോഡൽ ഡെവലപ്മെന്റ്, കേരള മോഡൽ വികസനം എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായത്. അപ്പോൾ ഇത്തരം പദ്ധതികളെ കുറിച്ചുള്ള ഒരു ഐഡിയ, നിങ്ങളൊക്കെ KS നേടി ഉയർന്ന തസ്തികകളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യേണ്ടിയും നടപ്പിലാക്കേണ്ടിയും വരും. അപ്പോൾ ഈ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോയിന്റിന് കീഴിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് കേരളീയ കലാരൂപങ്ങൾ. അത് എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കുകയല്ല, ആവശ്യമായത് മാത്രം. അത് തന്നെ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്നത്തെ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ എന്നോണം കുറെ കോമൺ ഫാക്ടേഴ്സ് ഈ കലാരൂപങ്ങളുടെ എല്ലാം സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പഠനം കുറച്ചുകൂടി എളുപ്പമാവും. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് കടന്നുള്ള ഒരു സൂക്ഷ്മ പഠനം എന്നതിലുപരി ഉദ്ദേശിക്കുന്നത് അന്നത്തെ സമൂഹത്തെ ഈ കലകൾ എങ്ങനെ ലോകത്തിന് മുന്നിൽ പ്രതിഫലിപ്പിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവയൊക്കെ സമൂഹത്തിന്റെ പ്രതികരണ വേദികളായി മാറിയത്. അത് മാത്രമല്ല, എപ്രകാരമാണ് ഈ സാംസ്കാരിക ലോകം നമ്മുടെ മുന്നേറ്റങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ഭാഗമായത് എന്നിങ്ങനെയുള്ള തലത്തിലുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിൽ കലാരൂപങ്ങൾ മാത്രമല്ല, സാഹിത്യവുമുണ്ട്. തൂലിക പടവാളാക്കിയവരുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോര കൊണ്ട് അല്ലെങ്കിൽ വാളുകൊണ്ട് നേടാൻ സാധിക്കുന്നതിലും അധികം പേന കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ചവരാണ് അവർ. ആ ഒരു തിരിച്ചറിവ് തന്നെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. അപ്പോൾ കേരളത്തിന്റെ സാഹിത്യ ചരിത്രവും നമ്മുടെ പഠന വിഷയമാണ്. ഇനിയുള്ളത് ചരിത്ര ലിഖിതങ്ങളും വാസ്തുവിദ്യയും. ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് ചരിത്ര ലിഖിതങ്ങളും വാസ്തുവിദ്യയും. വർത്തമാനകാലത്തിൽ ഇരുന്നു കൊണ്ട് ഭൂതകാലത്തെ പറ്റി നമ്മളോട് സംവദിക്കുന്നവ. ചരിത്ര ലിഖിതങ്ങൾ ചരിത്ര അന്വേഷണത്തിൽ എപ്പോഴും ചൂണ്ടുപലകകളായിട്ട് വർത്തിക്കുന്നൊരു ഘടകമാണ്. അപ്പോൾ ഇവയെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയുള്ളത് കേരളത്തിന്റെ ഗോത്രവർഗ സംസ്കാരമാണ്. മുഖ്യധാരാ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് എന്നും അടിത്തറയായിരുന്നത് കേരളത്തിലെ ഗോത്രവർഗത്തിന്റെ നിലനിൽപ്പാണ്. അതിന്റെ പഠനം നടത്താതെ ഒരിക്കലും കേരള ചരിത്ര പഠനം പൂർത്തിയാവുകയില്ല.
വളരെയേറെ ഇരുട്ടിൽ നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഗോത്രവർഗങ്ങൾ. ഇപ്പോൾ അവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നൊരു വസ്തുതയാണ്. എങ്കിൽ തന്നെയും ഗോത്രവർഗത്തിന്റെ സംസ്കാരം, കേരളത്തിലെ ഗോത്രവർഗങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതാണ് ആ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി നാടോടി കലകളുടെയും നാടകവേദികളുടെയും ചലച്ചിത്രങ്ങളുടെയും ചരിത്രം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാങ്കേതിക രീതിയിലുള്ള പഠനത്തെക്കാൾ ഉപരി സാമൂഹിക പരിവർത്തനത്തിനുള്ള മാധ്യമങ്ങളായിട്ട് ഇവയൊക്കെ എങ്ങനെ വർത്തിച്ചു എന്ന നിലയ്ക്കുള്ള ഒരു പഠനമായിരിക്കും നമുക്കിവിടെ കൂടുതൽ അനിവാര്യം. അപ്പോൾ അവസാനത്തെ പോയിന്റ്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ്. നമ്മുടെ ഭാഷയുടെ ചരിത്രം പഠിക്കാതെ എന്ത് കേരള ചരിത്രം അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മലയാളം ഇന്നീ കാണുന്ന നിലയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്തിച്ചേർന്നതല്ല. മറ്റു പല ഭാഷകളുമായിട്ട് ചെന്നാത്തം കൂടിയും വഴി പിരിഞ്ഞുമൊക്കെ കുറേ കാലം കൊണ്ട് അങ്ങനെ ഒഴുകി ഒഴുകി മിനുസപ്പെട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന നിലയിലേക്ക് നമ്മുടെ മലയാളം എത്തിച്ചേർന്നത്. അപ്പോൾ ആ കഥകളും നമുക്ക് പഠിക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഥകളാണ് ഒക്കെ. ചരിത്രമെന്ന് പറഞ്ഞാൽ തന്നെ പലരും പറഞ്ഞ് കേട്ട് വീണ്ടും വീണ്ടും പറയപ്പെട്ട കുറെ കഥകളാണ്. അപ്പോൾ ഒന്നാം പേപ്പറിൽ പരമാവധി മാർക്ക് വാങ്ങാനായിട്ട് നമുക്ക് ഈ കഥകളൊക്കെ പറയണം, കേൾക്കണം. അത് മാത്രം പോരാ, എങ്ങനെ ഈ കഥകളെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഒരു ഫ്രെയിമിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് പരമാവധി മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി കേരള ചരിത്രം പഠിക്കാൻ സഹായകമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. ആധികാരികമായ ഒരുപാട് പഴയ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സിലബസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശ്രീ എ ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്നുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ തന്നെ കേരള സാംസ്കാരിക ചരിത്രവുമുണ്ട്, കേരള രാഷ്ട്രീയ ചരിത്രവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സിലബസിനോട് അടുത്ത് നിൽക്കുന്ന 18ാം നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകം ആണ്. ഒന്നല്ല, ഈ 3 പുസ്തകങ്ങളും അങ്ങനെയാണ്. പക്ഷെ പെട്ടെന്നുള്ള ഒരു കവറേജിന് ഇത് ഉപകാരപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം വിശാലമായൊരു വായന ആവശ്യമുണ്ട്. വളരെ പരന്ന ആഖ്യാനമാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ KS ട്യൂട്ടർ എന്തായാലും ഈ കോഴ്സിന്റെ അവസാനം കേരള ഹിസ്റ്ററിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശ്രീധരമേനോന്റെ പുസ്തകം വാങ്ങി വായിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യുക. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇനി മുന്നോട്ട് വരുന്ന പരീക്ഷകളിലും കൂടെ സഹായകമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പുസ്തകം ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ കുറെ കൂടെ ക്രോഡീകരിച്ചും നമ്മുടെ സിലബസിന്റെ ഓർഡറിനനുസരിച്ചും ഒക്കെ അറേഞ്ച് ചെയ്താണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് സഹായകമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ KS ട്യൂട്ടറിന്റെ കേരള ഹിസ്റ്ററി സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള കേരള ഇക്കോണമി സീരീസിലെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ KS ട്യൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളെ അധികം ബോറടിപ്പിക്കാതെ ചരിത്രത്തിന്റെ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുറേ പഴം കഥകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.